ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജി എസ് ടിയിലെ സപ്ലൈനെ പറ്റിയാണ്. CGST ആക്ട് 2017 സെക്ഷൻ 7 സപ്ലൈനെ പറ്റി പറയുന്നത്. അപ്പോൾ സെക്ഷൻ 7 സബ്സെക്ഷൻ 1 നമുക്ക് പോകാം. സോ സബ്സെക്ഷൻ 1 എന്ന് പറയുന്നത് സപ്ലൈയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമെന്നുള്ളതാണ്. ഇൻക്ലൂഷനെ തന്നെ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. അതിൽ ക്ലോസ് എ ജനറൽ ഡെഫിനിഷൻ, ക്ലോസ് ബി ഇമ്പോർട്ട് ഓഫ് സർവീസ് ആൻഡ് ക്ലോസ് സി ഷെഡ്യൂൾ 1 ആക്ടിവിറ്റി. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് എ അതിലാണ് ജനറൽ ഡെഫിനിഷൻ. അതുപോലെ തന്നെ സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ആൻഡ് ക്ലോസ് ബി ഇമ്പോർട്ട് ഓഫ് സർവീസ്, അങ്ങനെ വേണം നമ്മളിതിനെ മനസ്സിലാക്കാൻ. സോ നമുക്ക് ക്ലോസ് എയിലേക്ക് പോകാം. ഈ ജനറൽ ഡെഫിനിഷനിൽ 4 പാരാമീറ്റേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ആക്ടിവിറ്റി സപ്ലൈ ആവണമെങ്കിൽ ഈ 4 പാരാമീറ്റേഴ്സ് ഫുൾഫിൽ ചെയ്തിരിക്കണം. ആ 4 ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലാദ്യം വരുന്നത് സപ്ലൈ ഓഫ് ജി എസ് ബി എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. അതായത് ആ ഒരു സപ്ലൈ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ അല്ലെങ്കിൽ ബോത്ത്, അതായത് ഗുഡ്സും സർവീസും കൂടിയുള്ള സപ്ലൈയോ ആയിരിക്കണം. അതാണ് ആദ്യത്തെ പാരാമീറ്റർ. ഇനി രണ്ടാമത്തത് സി എഫ് ബി എന്ന് പറഞ്ഞാൽ കോഴ്സ് ഓർ ഫെർദറൻസ് ഓഫ് ബിസിനസ് എന്നാണ്. അതായത് ബിസിനസ്സിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഉള്ളൊരു സപ്ലൈ ആയിരിക്കണം. ഇനി മൂന്നാമത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ കൺസിഡറേഷനാണ്. അതായത് ഫ്രീ ആയിട്ടുള്ള സപ്ലൈ ആവരുത്, എന്തെങ്കിലും ഒരു കൺസിഡറേഷനോട് കൂടിയുള്ള സപ്ലൈ ആയിരിക്കണം. അതുപോലെ തന്നെ നാലാമത്തെ പാരാമീറ്റർ ഇസ് ടാക്സബിൾ പേഴ്സൺ. ഈ സപ്ലൈ നടത്തുന്നത് ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം. അതായത് സപ്ലയർ ഒരു ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം. സോ ജനറൽ ഡെഫിനിഷനിലെ ഈ 4 പാരാമീറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 4 പാരാമീറ്റേഴ്സ് ഫുൾഫിൽ ചെയ്താൽ മാത്രമാണ് അത് നമ്മുടെ ഈ സെക്ഷൻ 7 സപ്ലൈ ആകുകയുള്ളൂ. അപ്പോൾ ഒന്നും കൂടി നമുക്ക് നോക്കാം. GSB, CFB, കൺസിഡറേഷൻ, ടാക്സബിൾ പേഴ്സൺ, ഈ 4 കാര്യങ്ങൾ നമ്മൾ മൈൻഡിൽ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ക്ലോസ് ബി നോക്കാം. അതായത് സെക്ഷൻ 7 സബ്സെക്ഷൻ 1 ക്ലോസ് ബി. ഇമ്പോർട്ട് ഓഫ് സർവീസ് എങ്ങനെയാണ് ഒരു സപ്ലൈ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ 4 പാരാമീറ്റേഴ്സ് പറഞ്ഞിരുന്നു: GSB, CFB, കൺസിഡറേഷൻ ആൻഡ് ടാക്സബിൾ പേഴ്സൺ. ഇമ്പോർട്ട് ഓഫ് സർവീസ് ഒരു സപ്ലൈ ആവണമെങ്കിൽ കൺസിഡറേഷൻ എന്തായാലും വേണം. പക്ഷേ ബിസിനസ്സിൻ്റെ കേസ്, അതായത് CFB ആണെങ്കിലും അല്ലെങ്കിലും ഇമ്പോർട്ട് ഓഫ് സർവീസ് കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ സപ്ലൈ ആയി മാറും. അതായത് ബിസിനസ്സിൻ്റെ ഭാഗമാണോ അല്ലയോ എന്നുള്ളത് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി USA ഒരു കമ്പനിയിൽ നിന്ന് ആർക്കിടെക്ചറൽ സർവീസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അത് ഒരു സപ്ലൈ ആണ്, പ്രൊവൈഡഡ് ദർ ഈസ് കൺസിഡറേഷൻ. അതായത് കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഇമ്പോർട്ട് ഓഫ് സർവീസ് ബിസിനസ്സിൽ ആണെങ്കിലും അല്ലെങ്കിലും ഒരു സപ്ലൈ മാറുന്നത്. ഇനി അടുത്ത ക്ലോസ് നോക്കുകയാണെങ്കിൽ, അതായത് ക്ലോസ് സിയിൽ ഷെഡ്യൂൾ 1 ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു. അതായത് ഷെഡ്യൂൾ 1 ആക്ടിവിറ്റീസിൽ കൺസിഡറേഷൻ നിർബന്ധമല്ല, പക്ഷേ അത് ബിസിനസ്സിൽ ആയിരിക്കണം. അതായത് CFBയിൽ ആയിരിക്കണം, പക്ഷേ കൺസിഡറേഷൻ നിർബന്ധമില്ല. ഒന്നുകൂടി പറയാം. അതായത് ക്ലോസ് സിയിൽ പറയുന്നത് ഷെഡ്യൂൾ 1 ആക്ടിവിറ്റീസ്, അതായത് ഷെഡ്യൂൾ 1 കുറച്ച് ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ആ ആക്ടിവിറ്റീസിൽ സപ്ലൈ ആവണമെങ്കിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിലും ഒരു CFBയിൽ ആണെങ്കിൽ, അതായത് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ് ആ ആക്ടിവിറ്റീസ് നടക്കുന്നതെങ്കിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും അത് സപ്ലൈ ആയി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് സബ്സെക്ഷൻ 1 ഒന്ന് സമ്മറി ആയിട്ട് നോക്കാം. അതിൽ ക്ലോസ് എ പറയുന്നത് ജനറൽ ഡെഫിനിഷനാണ്. അതിൽ 4 പാരാമീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. സപ്ലൈ ഓഫ് GSB ആയിരിക്കണം, CFB ആയിരിക്കണം, അതുപോലെ തന്നെ കൺസിഡറേഷൻ വേണം, ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം സപ്ലയർ. അതുപോലെ തന്നെ നമ്മുടെ ക്ലോസ് ബിയിൽ പറഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ സിയിലും പറഞ്ഞിരിക്കുന്നത് 2 എക്സെപ്ഷൻ കേസസ് ആണ്. ഇമ്പോർട്ട് ഓഫ് സർവീസിൽ ബിസിനസ് നിർബന്ധമല്ല, ബിസിനസ് അതായത് CFB നിർബന്ധമല്ല. CFB ആണെങ്കിലും അല്ലെങ്കിൽ ഇമ്പോർട്ട് ഓഫ് സർവീസ് കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ ഒരു സപ്ലൈ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി ഷെഡ്യൂൾ 1, അതായത് ക്ലോസ് സി ഷെഡ്യൂൾ 1 ആക്ടിവിറ്റീസ് പറയുന്നത് കൺസിഡറേഷൻ ഇല്ലെങ്കിലും അതൊരു CFBയിൽ ആണ് നടത്തുന്നതെങ്കിൽ സപ്ലൈ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. അടുത്തത് നമുക്ക് സബ്സെക്ഷൻ 1A നോക്കാം. അതായത് സെക്ഷൻ 7 സബ്സെക്ഷൻ 1A, ദാറ്റ് ഈസ് ഡീംഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. അതിൽ പറയുന്നത് ഷെഡ്യൂൾ 2 ആക്ടിവിറ്റീസാണ്. ചില സ്പെസിഫിക് ആക്ടിവിറ്റീസിനെ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടും സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടും സ്പെഷ്യലായിട്ട് ക്ലാസിഫൈ ചെയ്തതായിട്ട് നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇനി വരുന്ന ഭാഗങ്ങളായിട്ട് നമ്മളത് പഠിക്കുന്നതായിരിക്കും.
അടുത്തത് സബ്സെക്ഷൻ 2 എക്സ്ക്ലൂഷൻ. ഏതൊക്കെയാണ് സപ്ലൈയിൽ ഉൾപ്പെടുത്താത്തത് എന്നാണ് അടുത്ത സബ്സെക്ഷൻ പറയുന്നത്. എക്സ്ക്ലൂഷനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തത് നെഗറ്റീവ് ലിസ്റ്റും അതുപോലെ തന്നെ രണ്ടാമത്തത് ഗവൺമെൻറ് നോട്ടിഫൈഡ് ആക്ടിവിറ്റീസും. അപ്പോൾ നെഗറ്റീവ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്ന സർവീസ് ടാക്സിലും ഇതുപോലെ നെഗറ്റീവ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിലും അതുപോലെ തന്നെയാണ്. ഷെഡ്യൂൾ 3 ആണ് നെഗറ്റീവ് ലിസ്റ്റ് സ്പെസിഫൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻസ് വിച്ച് ആർ നോട്ട് സപ്ലൈ. അപ്പോൾ ഷെഡ്യൂൾ 3 സ്പെസിഫിക് ആയിട്ട് ഏതൊക്കെ സപ്ലൈ ആണ് എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്തത് പറയുന്നത് ഗവൺമെൻറ് ഹാസ് ദ പവർ ടു നോട്ടിഫൈ സർട്ടൻ ആക്ടിവിറ്റീസ് ഓഫ് ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റീസ്. ഈ LA എന്ന് പറയുന്നത് ലോക്കൽ അതോറിറ്റീസ് ആണ്. ആസ് പബ്ലിക് അതോറിറ്റീസ് ആസ് നോട്ട് സപ്ലൈ. അതായത് ഗവൺമെൻറ്റിന് ഒരു പവറുണ്ട്. എന്തിന്? ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിയോ പബ്ലിക് അതോറിറ്റീസായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ ചില ആക്ടിവിറ്റീസിനെ സപ്ലൈ അല്ല എന്ന് പറയാനുള്ള പവർ ഗവൺമെൻറ്റിനുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ലാസ്റ്റ് സബ്സെക്ഷൻ നമുക്ക് നോക്കാം. ദാറ്റ് ഇസ് സബ്സെക്ഷൻ 3 എംപവറിങ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് ഒരു പവർ കൊടുക്കുന്ന ഒരു സബ്സെക്ഷനാണിത്. അതായത് ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻസ് ക്യാൻ ബി നോട്ടിഫൈഡ് ബൈ ഗവൺമെൻറ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് നോട്ട് സപ്ലൈ ഓഫ് സർവീസ് ഓർ സപ്ലൈ ഓഫ് സർവീസ് ആൻഡ് നോട്ട് സപ്ലൈ ഓഫ് ഗുഡ്സ്. അതായത് ഒരു ആക്ടിവിറ്റീനെ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടോ ഗവൺമെൻറ്റിന് തീരുമാനിക്കാനുള്ള ഒരു പവർ തരുന്ന സബ്സെക്ഷനാണ് ഇത്. അപ്പോൾ നമ്മൾ സെക്ഷൻ 7 സപ്ലൈനെ പറ്റിയിട്ട് ഓവറോൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ജനറൽ ഡെഫിനിഷനിലെ 4 പാരാമീറ്റേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ പാരാമീറ്റർ ഈസ് സപ്ലൈ ഓഫ് GSB എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഗുഡ്സും വരുന്നുണ്ട്, സർവീസും വരുന്നുണ്ട്. ഇനി നമുക്ക് ഗുഡ്സ് എന്താണെന്ന് നോക്കാം. സോ ഗുഡ്സ് മീൻസ് എവ്രി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ആൻഡ് ഇൻക്ലൂഡ്സ് ആക്ഷനബിൾ ക്ലെയിംസ് and growing crops, grass and things attached to or forming part of land. അതായത് എല്ലാ തരത്തിലുള്ള മൂവബിൾ പ്രോപ്പർട്ടീസും ഗുഡ്സായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. സ്പെഷ്യലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആക്ഷനബിൾ ക്ലെയിംസിനെയാണ്. ആക്ഷനബിൾ ക്ലെയിംസിൻ്റെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ അൺസെക്യൂർഡ് ഡെറ്റ്സ്, ബെറ്റിംഗ്, ഗാംബ്ലിംഗ് ഒക്കെ ആക്ഷനബിൾ ക്ലെയിംസിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഗുഡ്സ് ഇൻക്ലൂഡ്സ് ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു ഓർ ഫോമിങ് പാർട്ട് ഓഫ് ലാൻഡ്. നമ്മൾ ഓൾറെഡി നമ്മൾ വാറ്റിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഗ്രോയിങ് ക്രോപ്സ്, മണ്ണിലുണ്ടാവുന്ന ക്രോപ്സും ഗ്രാസും അതുപോലെ തന്നെ ലാൻഡിനോട് ചേർന്നിട്ടുള്ള തിങ്സൊക്കെ ഈ ഗുഡ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. എന്ന് വെച്ചിട്ട് മണ്ണിലുണ്ടാവുന്ന മരങ്ങളൊന്നും ഗുഡ്സ് അല്ല കേട്ടോ. ആ മരത്തിനെ വെട്ടി ടിമ്പർ ആക്കുമ്പോഴാണ് ആ മരം അല്ലെങ്കിൽ ആ ടിമ്പർ നമുക്ക് ഗുഡ്സായിട്ട് ടാക്സബിളായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇനി ഗുഡ്സ് എക്സ്ക്ലൂഡ്സ് എന്തൊക്കെയാണ്, അതായത് ഗുഡ്സിലില്ലാത്തത് അല്ലെങ്കിൽ ഉൾപ്പെടുത്താത്തത് എന്തൊക്കെയാണെന്ന് നോക്കാം. മണി ആൻഡ് സെക്യൂരിറ്റീസ്. ഗുഡ്സിൽ മണിയും സെക്യൂരിറ്റീസും ഇൻക്ലൂഡഡ് അല്ല. ഫോർ എക്സാമ്പിൾ സെക്യൂരിറ്റീസ് സെയിൽസ് നടത്തുകയാണെങ്കിൽ അതിന് GST ആപ്ലിക്കബിൾ അല്ല. ഇനി നമുക്ക് സർവീസിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. എനിത്തിങ് അതർ ദാൻ ഗുഡ് സെക്യൂരിറ്റീസ് ആൻഡ് മണി. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്യൂരിറ്റീസും മണിയും ഓൾറെഡി ഗുഡ്സ് അല്ല, അതുപോലെ തന്നെ സർവീസും അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്യൂരിറ്റീസും മണിയും സർവീസും അല്ല, ഗുഡ്സും അല്ല. സോ സർവീസ് മീൻസ് എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്, സെക്യൂരിറ്റീസ് ആൻഡ് മണി. പക്ഷേ ഇതിൽ സ്പെസിഫിക് ആയിട്ട് 2 പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു സെക്യൂരിറ്റീസ് സർവീസ് അല്ല, പക്ഷേ സർവീസ് ഇൻക്ലൂഡ്സ് ഫെസിലിറ്റേറ്റിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ സെക്യൂരിറ്റീസ്. അതായത് ഒരു ഷെയർ ബ്രോക്കറോ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഒക്കെ സെക്യൂരിറ്റീസിൽ നടത്തുന്ന സർവീസിന് അവർ ടാക്സ് പേ ചെയ്യേണ്ടി വരും. ബിക്കോസ് ദേ ആർ ഫെസിലിറ്റേറ്റിംഗ് ഓർ അറേഞ്ചിങ് ട്രാൻസാക്ഷൻസ് ഇൻ സെക്യൂരിറ്റീസ്. അപ്പോൾ സെക്യൂരിറ്റീസ് വിൽക്കുകയാണെങ്കിൽ GST വരില്ല, പക്ഷേ സെക്യൂരിറ്റീസിൻ്റെ ട്രാൻസാക്ഷൻസ് അറേഞ്ച് ചെയ്യുകയോ ഫെസിലിറ്റേറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ആ സപ്ലയേഴ്സ് GST അടയ്ക്കേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് മണിയുടെ കേസിലും. മണി ആസ് സച്ച് ഒരു സർവീസ് അല്ല, ബട്ട് സർവീസ് ഇൻക്ലൂഡ്സ് യൂസ് ഓഫ് മണി ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് കറൻസി ഓർ ഡിനോമിനേഷൻ വെർ സെപ്പറേറ്റ് കൺസിഡറേഷൻ ഈസ് ചാർജ്ഡ്. ഫോർ എക്സാമ്പിൾ മണി ചേഞ്ചർ നടത്തുന്ന ആക്ടിവിറ്റീസിൽ GST ചാർജബിൾ ആണ്. അതായത് ഒരു ഡിനോമിനേഷനിൽ നിന്ന് വേറൊരു ഡിനോമിനേഷനിലേക്ക് മണി കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതുമേൽ ആ ഒരു ട്രാൻസാക്ഷന്മേൽ GST ആപ്ലിക്കബിൾ ആണ്. ഒരു സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ മണി ആൻഡ് സെക്യൂരിറ്റീസ് ആർ നൈദർ ഗുഡ്സ് ഓർ സർവീസ് എക്സെപ്റ്റ് ദ എക്സെപ്ഷൻസ്.
അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു GSTയിൽ സപ്ലൈ, പർച്ചേസ് അങ്ങനെയുള്ള ടേംസ് ഒന്നുമില്ല. ഒറ്റൊരു ടേം മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ, സപ്ലൈ എന്ന്. ഗുഡ്സും സർവീസും എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി സപ്ലൈ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സെയിൽ, ട്രാൻസ്ഫർ, ബാർട്ടർ, എക്സ്ചേഞ്ച്, ലൈസൻസ്, ലീസ്, റെൻ്റൽ, ഡിസ്പോസൽ, ഇതൊക്കെ സപ്ലൈയിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത്രയും ടേംസ് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നതിന് പകരം ഒരൊറ്റ ടേം മാത്രം നമ്മൾ പറഞ്ഞാൽ മതി, സപ്ലൈ എന്ന്. സോ സപ്ലൈ ഈസ് എൻ ഇൻക്ലൂസീവ് ഡെഫിനിഷൻ. ഇനി അടുത്ത പാരാമീറ്റർ നമുക്ക് നോക്കാം, ദാറ്റ് ഈസ് ടാക്സബിൾ പേഴ്സൺ. ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ സപ്ലയർ ഷുഡ് ബി എ ടാക്സബിൾ പേഴ്സൺ. ഇനി ടാക്സബിൾ ആവണമെങ്കിൽ എ പേഴ്സൺ ഷുഡ് ബി രജിസ്റ്റേർഡ് ഓർ ഹി ഷുഡ് ബി ലയബിൾ ടു ബി രജിസ്റ്റേർഡ്. അതായത് ഒരു പേഴ്സണ് ടാക്സബിൾ എന്ന് വിളിക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ ആൾ രജിസ്റ്റേർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ആൾ ലയബിൾ ടു ബി രജിസ്റ്റേർഡ് ആയിരിക്കണം. അങ്ങനെ ഒരു പേഴ്സൺ സപ്ലൈ നടത്തിയാൽ മാത്രമാണ് നമ്മുടെ സെക്ഷൻ 7ലുള്ള സപ്ലൈ മാറുള്ളൂ. ഇനി അടുത്ത പാരാമീറ്റർ കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഇൻക്ലൂഡ്സ് മോണിറ്ററി വാല്യൂ ഓഫ് എനി ആക്ട് ഓർ ഫോർബെയറൻസ് ഫോർ ദ സപ്ലൈ വിച്ച് ക്യാൻ ബി ഇൻ ടേംസ് ഓഫ് മണി ഓർ അതർവൈസ് ഫോർ സപ്ലൈ. അതായത് ഒരു സപ്ലൈ നടത്തുമ്പോൾ തിരിച്ചു കൊടുക്കുന്ന എന്തിനേയും നമുക്ക് കൺസിഡറേഷൻ എന്ന് വിളിക്കാം. കൺസിഡറേഷൻ മണി ടേംസോ അല്ലാതെയോ നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കൺസിഡറേഷൻ ക്യാൻ ബി പെയ്ഡ് ബൈ റെസിപ്പിയൻറ്റ് ഓർ എനി അതർ പേഴ്സൺ. ഈ ഒരു സപ്ലൈ റിസീവ് ചെയ്യുന്ന ആൾ തന്നെ പേയ്മെൻറ്റ് നടത്തണമെന്ന് ഇല്ല, ഇറ്റ് ക്യാൻ ബി ബൈ എനി പേഴ്സൺ. കൺസിഡറേഷൻ എക്സ്ക്ലൂഡ്സ് സബ്സിഡി റിസീവ്ഡ് ഫ്രം സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ കൊടുക്കുന്ന സബ്സിഡി ഇറ്റ് ഷുഡ് ബി എക്സ്ക്ലൂഡഡ് ഫ്രം കൺസിഡറേഷൻ. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വിച്ച് ഇസ് അൺഅഡ്ജസ്റ്റഡ് ഷുഡ് ബി എക്സ്ക്ലൂഡഡ് ഫ്രം കൺസിഡറേഷൻ. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അൺഅഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു റെൻ്റൽ പ്രോപ്പർട്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആ ലാൻഡ് ഓണർ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ഓണർക്ക് കൊടുക്കും. ആ ടെനൻറ്റ് റെൻറ്റിൻ്റെ ഡ്യൂറേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന സമയത്ത് പ്രോപ്പർട്ടി ഓണർ ടെനൻറ്റിന് തിരിച്ചു കൊടുക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റിനെയാണ് അൺഅഡ്ജസ്റ്റഡ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അത് കൺസിഡറേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. സോ നമുക്ക് കൺസിഡറേഷൻ്റെ സമ്മറി ഒന്ന് നോക്കാം. ഒരു സപ്ലൈക്ക് റിട്ടേൺ ആയിട്ട് കൊടുക്കുന്ന കാര്യത്തിനെ നമുക്ക് കൺസിഡറേഷനായിട്ട് പറയാം. അത് റെസിപ്പിയൻ്റ് തന്നെ കൊടുക്കണമെന്നില്ല, ഏതൊരു പേഴ്സണും ഈ കൺസിഡറേഷൻ പേ ചെയ്യാവുന്നതേ ഉള്ളൂ. പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് പൈസയിൽ തന്നെ പേ ചെയ്യണമെന്നില്ല, ബട്ട് വി ഷുഡ് കൺസിഡർ ഇറ്റ് ഇൻ മോണിറ്ററി വാല്യൂ. പൈസ കൊടുത്തില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മോണിറ്ററി വാല്യൂ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സിഡി റിസീവ്ഡ് ഫ്രം സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വിച്ച് ഈസ് അൺഅഡ്ജസ്റ്റഡ് ഷുഡ് ബി എക്സ്ക്ലൂഡഡ് ഫ്രം കൺസിഡറേഷൻ. ഇനി നമുക്ക് ലാസ്റ്റ് പാരാമീറ്റർ ആയിട്ടുള്ള കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഇതിൽ പറയുന്നത് കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ഷുഡ് ബി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആയിരിക്കണം CFB നടക്കേണ്ടത്. അപ്പോൾ ഈ CFB എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് എനി ട്രേഡ്, കൊമേഴ്സ്, മാനുഫാക്ചർ, പ്രൊഫഷൻ, വൊക്കേഷൻ എക്സെട്ര ഫോർ മോണിറ്ററി ബെനിഫിറ്റ് ഓർ നോട്ട്, ആൻഡ് ഇൻക്ലൂഡ്സ് incidental or ancillary activity to it, whether or not having volume, continuity, frequency, regularity. അതായത് ബിസിനസ് എന്ന ടേമിൽ എന്തൊക്കെ ഉൾപ്പെടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ട്രേഡ് ആവാം, കൊമേഴ്സ് ആവാം, മാനുഫാക്ചർ, പ്രൊഫഷൻ, വൊക്കേഷൻ, അങ്ങനെ ഈ ഒരു നേച്ചറിലുള്ള ഏതൊരു ആക്ടിവിറ്റിയും ആവാം. മോണിറ്ററി ബെനിഫിറ്റിനോ അല്ലാതെ ഉള്ള ആക്ടിവിറ്റീസ് ആയിരിക്കാം. അതായത് പ്രോഫിറ്റ് ഉദ്ദേശിച്ച് മാത്രം ഉള്ളൊരു ആക്ടിവിറ്റി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ അതിനോടനുബന്ധമായിട്ടുള്ള ഇൻസിഡൻ്റൽ, ആൻസിലറി ആക്ടിവിറ്റീസ്, സപ്പോർട്ടിങ് ആക്ടിവിറ്റീസൊക്കെ ഈ ഒരു ബിസിനസ്സിൽ ഉൾപ്പെടുത്താം. മാത്രമല്ല വോള്യം, കണ്ടിന്യൂറ്റി, ഫ്രീക്വൻസി, റെഗുലാരിറ്റി ഇതൊന്നുമില്ലെങ്കിൽ പോലും ഇത്തരം ആക്ടിവിറ്റീസ് നമുക്ക് ബിസിനസ്സെന്ന് വിളിക്കാം. ഇനി അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആ ക്ലാസിഫിക്കേഷൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് സപ്ലൈ ഓർ അക്വിസിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ അസറ്റ്സ്. CA എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇൻ റിലേഷൻ ടു കമൻസ്മെൻറ്റ് ഓർ ക്ലോഷർ ഓഫ് ബിസിനസ്. അതായത് ബിസിനസ് തുടങ്ങുന്നതോ അല്ലെങ്കിൽ ബിസിനസ് അവസാനിപ്പിക്കുന്നതോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അക്വിസിഷൻ ഓഫ് ഗുഡ്സും അതുപോലെ തന്നെ അക്വിസിഷൻ ഓഫ് ഈ ക്യാപിറ്റൽ അസറ്റ്സ് അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ഡിസ്പോസലും ഈ ബിസിനസ് എന്നുള്ള ആക്ടിവിറ്റിയിൽ നമ്മൾ ഉൾപ്പെടുത്തും.
സ്പെസിഫിക് ആയിട്ട് ബിസിനസ്സിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് ഒരു 5 പോയിൻറ്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കതെന്തൊക്കെയാണെന്ന് നോക്കാം. സോ ബിസിനസ് ഇൻക്ലൂഡ്സ് പ്രൊവിഷൻ ഓഫ് ഫെസിലിറ്റി ബൈ ക്ലബ് ഓർ അസോസിയേഷൻ ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഫോർ കൺസിഡറേഷൻ. അതായത് ക്ലബ്സ് അല്ലെങ്കിൽ അസോസിയേഷൻസ് അവരുടേതായിട്ടുള്ള മെമ്പേഴ്സിന് വേണ്ടി കൊടുക്കുന്ന ഓരോ സർവീസസൊക്കെ അതും ഫോർ കൺസിഡറേഷൻ ആണെങ്കിൽ ഈ ഒരു ബിസിനസ് ടേമിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഫോർ എക്സാമ്പിൾ മെമ്പർഷിപ്പ് ഫീ നമുക്ക് GST ആപ്ലിക്കബിൾ ആയിട്ട് പറയാവുന്ന ഒരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ ഈസ് അഡ്മിഷൻ ഫോർ കൺസിഡറേഷൻ ടു എനി പ്രിമൈസസ്. എക്സാമ്പിൾ ടിക്കറ്റ്സ്. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അഡ്മിഷൻ കൊടുക്കാനായിട്ട് കൺസിഡറേഷൻ വാങ്ങിച്ചിട്ട് കൊടുക്കുന്ന സർവീസ് ബിസിനസ്സായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തത് സർവീസസ് ഹോൾഡർ ഓഫ് എൻ ഓഫീസ് അക്സെപ്റ്റഡ് ഇൻ CFB ഓഫ് ട്രേഡ് ഓർ പ്രൊഫഷൻ. എക്സാമ്പിൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിൻ്റെ എക്സാമ്പിൾ വെച്ച് നമുക്കത് പറഞ്ഞു നോക്കാം. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡയറക്ടർ ഒരു കമ്പനിയുടെയും എംപ്ലോയി ആയിരിക്കില്ല. സോ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ആ സാർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ഡയറക്ടറിൻ്റെ ഓഫീസ് ഹോൾഡ് ചെയ്യുക എന്നുള്ള സർവീസിനാണ് അവർക്ക് ഫീസ് കിട്ടുന്നുണ്ടാവുക. സോ അതുമേൽ GST ആപ്ലിക്കബിൾ ആണ്. കാരണം അതൊരു സാലറി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കൺസിഡറേഷനാണ്. അതായത് നമുക്ക് ഇങ്ങനെ പറയാം, ഒരു പേഴ്സൺ അവരുടെ ട്രേഡിൻ്റെയോ അല്ലെങ്കിൽ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന ഒരു സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സർവീസ് GSTയുടെ ആംബിറ്റിൽ വരുന്നതാണ്. അതിനെ നമുക്കൊരു ബിസിനസ്സായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് ഓഫ് എ റേസ് ക്ലബ് ഇൻക്ലൂഡിംഗ് ടോട്ടലൈസേറ്റർ, ലൈസൻസ് ടു ബുക്ക് മേക്കർ, ആക്ടിവിറ്റീസ് ഓഫ് ലൈസൻസ്ഡ് ബുക്ക് മേക്കർ, ഇതൊക്കെ ബിസിനസ്സിൽ ഇൻക്ലൂഡഡ് ആണ്. ടോട്ടലൈസേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു റേസ് ക്ലബിൽ ബെറ്റ്സിനെ സ്പെസിഫൈ ചെയ്യുന്ന ഒരു മെഷീനാണ് ഈ ടോട്ടലൈസേറ്റർ. അതുപോലെ തന്നെ ബുക്ക് മേക്കർ എന്ന് പറഞ്ഞാൽ വൺ ഹു ഓർഗനൈസസ് ദ ബെറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ഇവരുടെയൊക്കെ ആക്ടിവിറ്റീസ് ബിസിനസ്സായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി ലാസ്റ്റ് ആക്ടിവിറ്റി ഈസ് എനി ആക്ടിവിറ്റി ബൈ ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി ആസ് പബ്ലിക് അതോറിറ്റീസ്. അപ്പോൾ പബ്ലിക് അതോറിറ്റീസ് ആയിട്ട് നമ്മുടെ ഗവൺമെൻറ്റ്സോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റീസോ ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആക്ടിവിറ്റീസൊക്കെ ബിസിനസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പബ്ലിക് അതോറിറ്റീസ് ആയിട്ട് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റീസോ ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ചില ആക്ടിവിറ്റീസ് ഗവൺമെൻറ്റിന് തന്നെ സപ്ലൈ അല്ല എന്ന് നോട്ടിഫൈ ചെയ്യാനുള്ള പവറുണ്ട് എന്ന് സെക്ഷൻ 7 നമ്മൾ പറഞ്ഞിരുന്നു, സബ്സെക്ഷൻ 2. അപ്പോൾ 4 പാരാമീറ്റേഴ്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പോർഷൻസ് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ടിൽ ദെൻ ഇത് നന്നായിട്ട് പഠിക്കുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.